പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പാലക്കാട് നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ പാലക്കാട്ടെ ഓഫീസിലേക്ക് BJP-യുടെ പ്രതിഷേധമുണ്ട്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. എന്താണ് അവർ മാർച്ച് നടത്തുന്നത്? എന്താണ് അവർ പറയുന്നത്? അരുൺകുമാർ, ഇപ്പോൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, അതുപോലെ തന്നെ BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. പ്രശാന്ത് ശിവൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേരളത്തിന് മുഴുവൻ അപമാനമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തില് ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ചരിത്രമെല്ലാം ഒന്നത് പരിശോധിച്ച് നോക്കിയാൽ മതി. ശ്രീകണ്ഠാപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതിന് ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ അറിയും. അതുകൊണ്ട് ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യും. സമാധാനപരമായിട്ട് വന്ന പ്രതിഷേധത്തിന് പോലീസ് അടിച്ചമർത്താൻ നോക്കുകയാണ്. പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം. അല്ല, ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുൻപും നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കും നിങ്ങൾ. അപ്പൊ കുറെ വിവരങ്ങൾ ഇനിയും വരാനായിട്ടുണ്ടാവും. അപ്പൊ ആളുകൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒരു ജനപ്രതിനിധി പാലക്കാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. അരുൺകുമാർ, BJP-യുടെ ഒരു മറുപടി എന്ന് പറയുന്നത് പ്രശാന്ത് ശിവൻ ഇപ്പോൾ കൂടുതൽ അല്ല, ഇവിടുത്തെ MLA-ക്കെതിരെ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും അയാൾ ഇതുവരെയായിട്ട് വായി തുറന്നിട്ടില്ല, ഇല്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാധ്യമങ്ങളല്ലേ, ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കേ, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട് പാലക്കാട് MLA-ക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കണം. ഞങ്ങൾ ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ തെരുവിലുണ്ടാവും. നിലവിൽ ഒരു പരാതി വരണമെന്നില്ല. ഇവിടെ ഇയാൾക്കെതിരെ ഇനിയും ഇതിനു മുൻപും ഇതുപോലെ ആരോപണങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. ഞങ്ങള് ഇവിടുത്തെ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാൻ ഞങ്ങള് തെരുവിൽ ഇറങ്ങി തന്നെ ചെയ്യും. പേര് പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിക്കാത്തൊരവസ്ഥയിൽ ഇത്തരത്തിലൊരു പറയട്ടെ, ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല. ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുൻപിലുണ്ടാവും. ഇവിടെ തെളിയിക്കട്ടെ, അയാൾ പറയട്ടെ എന്തൊക്കെയാണെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ശ്രീകണ്ഠാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. പാലക്കാടിന്റെ MLA ആയി പോയ ശേഷം നിയമസഭയിലെ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം അതിന്റെ വിജയാഘോഷം നടത്താൻ അയാൾ എങ്ങോട്ടാ പോയത്? അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ, പുറത്തുവിട്ട വിവരങ്ങൾ. അപ്പോ ഞങ്ങള് ഇവിടുത്തെ പെങ്ങന്മാരുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടി BJP-യുടെ പ്രവർത്തകന്മാർ തെരുവിലുണ്ടാവും. ജില്ലാ പ്രസിഡന്റ് ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നത്. ഏതായാലും പോലീസ് ഈ പ്രതിഷേധത്തെ തടഞ്ഞിട്ടുണ്ട്. ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. ഇതിനിടയിൽ ഏതാനും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ C കൃഷ്ണകുമാർ അതായത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇവരെ എല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഏതായാലും C കൃഷ്ണകുമാറിന്റെ കൂടി ഒരു പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അവരെ ഇപ്പോൾ പോലീസ് ഈ മേഖലയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. നേരത്തെ തന്നെ പോലീസ് ഇവിടേക്ക് എത്തിയ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ പോലീസിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ MLA-യുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് BJP ഉറച്ചു നിൽക്കുന്നത്. BJP-യുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള സ്മിതേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ മേഖലയിലുണ്ട്. അവരെല്ലാം ഇപ്പോൾ C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധവുമായി പോവുകയാണ്. അല്ല, MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് അതിന്റെ പ്രതിഷേധിക്കാനുള്ള അവസരമില്ലേ? പോലീസ് എന്താ MLA-യുടെ കാവൽക്കാരോ? പാലക്കാടത്തെ സ്ത്രീകൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം. പോലീസ് ഈ പെണ്ണുപിടിയനായിട്ടുള്ള ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. പാലക്കാട്ട് BJP പ്രവർത്തകർ ഇപ്പോൾ MLA-യുടെ ഓഫീസിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ പോലീസ് തടയുകയും ചെയ്തു.